നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. SSLC പരീക്ഷ അവസാനിച്ചു. മെയ് 2-ാം വാരം ഫലപ്രഖ്യാപനം. മേടംകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കൊടിക്കൽ പൂരം ആഘോഷിച്ചു. ചടങ്ങുകളിൽ പങ്കെടുത്ത് നിരവധി പേർ. കല്ലൂർ ആലങ്ങാട് ഭാഗത്ത് അനധികൃതമായി സ്ഥാപിച്ച പ്രചരണ സാമഗ്രികൾ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകൾ നീക്കം ചെയ്തു. വിഷുവിനോടനുബന്ധിച്ച് നെന്മണിക്കര കർഷക കൂട്ടായ്മ നെന്മണിക്കരയിൽ ഒരുക്കിയ കണിവെള്ളരി കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നടത്തി. കല്ലൂർ തൃക്കൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് പ്രവർത്തക യോഗം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. പിറവി കലാസാംസ്കാരിക വേദി ആൻഡ് വായനശാല നാടിപ്പാറയുടെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പരീക്ഷാ ചൂടിന് വിട. ഇനി വിദ്യാർത്ഥികൾക്ക് ആഘോഷങ്ങളുടെ അവധിക്കാലം. മാർച്ച് 4-ന് ആരംഭിച്ച SSLC പരീക്ഷ അവസാനിച്ചു. സാമൂഹ്യശാസ്ത്രമായിരുന്നു അവസാന വിഷയം. രാവിലെ 9:30 മുതൽ 12:15 വരെയായിരുന്നു പരീക്ഷാ സമയം. 3000-ഓളം പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4.25 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ഏപ്രിൽ 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളിലായാണ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം നടക്കുക. മെയ് 2-ാം വാരം ഫലം പ്രഖ്യാപിക്കും. 70 ക്യാമ്പുകളിലായി 10,000-ഓളം അധ്യാപകർ SSLC മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കും. ഹയർ സെക്കൻഡറി പരീക്ഷകൾ ചൊവ്വാഴ്ചയാണ് അവസാനിക്കുന്നത്. 77 ക്യാമ്പുകളിലായി ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയവും നടക്കും. മേടംകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കൊടിക്കൽ പൂരം ആഘോഷിച്ചു. ചടങ്ങുകളിൽ പങ്കെടുത്ത് നിരവധി പേർ. അഭിഷേകം, മലർനിവേദ്യം, ഗണപതി ഹോമം ചടങ്ങുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് 3 ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചാരി മേളത്തോടുകൂടി എഴുന്നള്ളിപ്പ് നടത്തി. വൈകിട്ട് ശാസ്താക്ഷേത്രത്തിൽ നിന്ന് ശാസ്താവിനെ പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ഇറക്കി എഴുന്നള്ളിച്ചു. തൃക്കൂർ രാജന്മാരാർ പ്രമാണികനായ പഞ്ചവാദ്യം അരങ്ങേറി. നിറമാല, ദീപാരാധന തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകളും ഉണ്ടായിരുന്നു. ഭരണസമിതി അംഗങ്ങളായ ദിവാകരൻ കൊല്ലേരി, മോഹനൻ കീളത്ത്, രാമദാസ് കൊല്ലേരി, അനൂപ് കുമാർ കുന്നത്ത് എന്നിവർ നേതൃത്വം നൽകി. തൃക്കൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂരമഹോത്സവവും ആഘോഷിച്ചു. ഗണപതി ഹോമം, അഭിഷേകം, മലർനിവേദ്യം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം തുടങ്ങിയ ക്ഷേത്രാചാര്യ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി ശ്യാംലാൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ശീവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് പൊന്നുക്കര സെന്ററിൽ നിന്ന് പൂരം എഴുന്നള്ളിപ്പ്, നിറമാല, ചുറ്റുവിളക്ക്, വിവിധ ദേശങ്ങളിൽ നിന്നുള്ള താലം വരവ് തുടങ്ങിയ ചടങ്ങുകളും നടത്തി. പൂരമഹോത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ MS രഞ്ജിത്ത്, MV ചന്ദ്രൻ, OS നന്ദു, MU സജിത്, MV മോഹനൻ, MN ശ്രീധരൻ, സുനിത രാമകൃഷ്ണൻ, MM അജിത്, MS രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. NDA പുതുക്കാട് നിയോജക മണ്ഡലം കൺവെൻഷൻ ആമ്പല്ലൂരിൽ സംഘടിപ്പിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു.
ശിവസേന ജില്ലാ പ്രസിഡന്റ് രതീഷ്, ജില്ലാ ട്രഷറർ രമേശ്, BDJS സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീലാൽ, ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ്, BDJS നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജീവ് കരോട്ട്, ജില്ലാ സെക്രട്ടറി മനോജ് മുളങ്ങാടൻ, BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, മേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, മേഖലാ ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത്, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്, സന്ദീപ്, സജീവൻ, ബിജു തച്ചങ്കുളം, കൃഷ്ണകുമാർ, റീസൺ ചെവിടൻ എന്നിവർ പ്രസംഗിച്ചു. കേരളം ഇങ്ങനെ പോയാൽ മതി. 67 വർഷക്കാലമായി LDFും UDFും മാറി മാറി ഭരിക്കുകയാണ്. കേരളം കുത്തുപാളയെടുത്തു, കുളം തോണ്ടി, അതോടൊപ്പം തന്നെ ജീവിതം ദുസ്സഹമായി. അങ്ങനെ ഒരു കേരളം ആണോ നമുക്ക് വേണ്ടത്? അപ്പോൾ രണ്ടിനും ഒരു തീരുമാനം ഉണ്ടാകണം. ഭാരതമാര് ഭരിക്കണം, കേരളം എങ്ങനെ പോകണം. ഇത് രണ്ടിന്മേലും ഒരു തീരുമാനമെടുക്കാൻ നമ്മുടെ സമ്മതിദായകർക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ്, സന്ദർഭമാണ് ഈ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നെടുത്തിരിക്കുകയാണ്. നമുക്കറിയാൻ സാധിക്കും, തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി വേണോ അതോ പാർലമെൻറ്റിൽ പോയി കൂകി വിളിച്ചിരിക്കാനുള്ള ഒരു MP-യെ വേണോ എന്നുള്ള ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ വച്ചിരിക്കുന്നത്. പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കല്ലൂർ ആലങ്ങാട് ഭാഗത്ത് അനധികൃതമായി സ്ഥാപിച്ച പ്രചരണ സാമഗ്രികൾ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകൾ നീക്കം ചെയ്തു. അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിലെ ചുവരെഴുത്തുകൾ കരിയോയിൽ ഉപയോഗിച്ച് മായ്ക്കുകയും നോട്ടീസുകൾ, പോസ്റ്ററുകൾ, ബാനറുകൾ, ബോർഡുകൾ എന്നിവ ഇളക്കി മാറ്റുകയുമാണ് ചെയ്തത്. പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്തതിനോടൊപ്പം ഇത്തരം നിയമലംഘനങ്ങൾ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകൾ വീഡിയോയിൽ പകർത്തുന്നുമുണ്ട്. നീക്കം ചെയ്യുന്ന ചിലവ് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തും. ഒരു മണ്ഡലത്തിൽ 4 ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡാണ് പ്രവർത്തിക്കുന്നത്. പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിൽ 1950 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ അറിയിക്കാം. വിഷുവിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ കണിവെള്ളരി നേരത്തെ തന്നെ തയ്യാർ. നെന്മണിക്കരയിലെ ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിലാണ് സ്വന്തം നാട്ടിൽ തന്നെ കണിവെള്ളരി വിളയിച്ചിരിക്കുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള നെന്മണിക്കര കർഷക കൂട്ടായ്മ നെന്മണിക്കരയിൽ വിഷുവിനോടനുബന്ധിച്ച് നടത്തിയ കണിവെള്ളരി കൃഷിയിലെ ആദ്യ വിളവെടുപ്പ് നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു നിർവഹിച്ചു. കർഷക കൂട്ടായ്മ കൺവീനർ TA അജേഷ് അധ്യക്ഷനായി. തലോർ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം വരുണ സനോജ് മുഖ്യാതിഥിയായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി TM ശിഖാമണി, യൂണിറ്റ് പ്രസിഡന്റ് TU രജീഷ്, KK അനീഷ് കുമാർ, കർഷക കൂട്ടായ്മ അംഗങ്ങളായ സിനോജ് ചീരമ്പത്ത്, ജനീഷ് പ്രഫുല്ലൻ, T ശ്രീനാഥ് എന്നിവർ സന്നിഹിതരായി. ജലസേചനം ലഭ്യമായതും ജനവാസ മേഖലയിൽ തരിശായി കിടക്കുന്നതുമായ തുണ്ടുഭൂമികളെ കൃഷിയിടങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനം തുടരുമെന്ന് കർഷക കൂട്ടായ്മ അറിയിച്ചു. ആദ്യ വിളവെടുപ്പിൽ തന്നെ 100 കിലോഗ്രാം കണിവെള്ളരി ലഭിച്ചു. കല്ലൂർ തൃക്കൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് പ്രവർത്തക യോഗം DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഷെന്നി പരോക്കാരൻ, സന്ദീപ് കണിയത്ത്, അജീഷ് മുരിയാടൻ, ജയൻ അന്തിക്കാടൻ, ബിജിത വേണു, കിങ്ങിണി രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. പിറവി കലാസാംസ്കാരിക വേദി ആൻഡ് വായനശാല നാടിപ്പാറയുടെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചു. വാർഡംഗം NP അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അമൽ സി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് വൈസ് പ്രസിഡന്റ് MK ബാബു, മറ്റത്തൂർ നേതൃസമിതി ചെയർമാൻ EH സഹീർ, സെക്രട്ടറി VS സുബീഷ്, പ്രസിഡന്റ് NS വിദ്യാധരൻ എന്നിവർ പ്രസംഗിച്ചു. NDA പുതുക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ജിബിൽ പുതുപ്പള്ളി അധ്യക്ഷത വഹിച്ചു. നിശാന്ത് അയ്യഞ്ചിറ, സുരേന്ദ്രൻ അയനിക്കുന്നത്ത്, രാജേഷ്, ബേബി കിടായി, TV വിജു, കൃഷ്ണകുമാർ, രജീവൻ കരോട്ട്, രശ്മി ശ്രീഷോപ്പ്, ജോയ് മഞ്ഞളി, ഡേവിസ് ചെറിയത്ത്, പ്രകാശൻ കിളിയറ എന്നിവർ പ്രസംഗിച്ചു. ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആമ്പല്ലൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആന്തരിക ശാന്തിയിലൂടെ ലോകശാന്തിയിലേക്ക് എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. സെമിനാർ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ ട്രെയിനർ PV ഗോപി അധ്യക്ഷത വഹിച്ചു.
ദൈവചൈതന്യ ആനന്ദസ്വാമികൾ, ഫാദർ പോൾ തേക്കാനത്ത്, CV ഷംസുദ്ദീൻ, PV മണി, KK രാജു, TR ചന്ദ്രൻ, അനന്തരാമൻ, KP സുബ്രഹ്മണ്യൻ, രാജീവ് ബാബു എന്നിവർ പ്രസംഗിച്ചു. സൗജന്യ മെഡിറ്റേഷൻ പരിശീലനത്തിന് 9495884432 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു. നന്ദിപുരം ഗവൺമെന്റ് UP സ്കൂളിന്റെ 104ാം വാർഷികാഘോഷം ആരവം 2024 ബുധനാഴ്ച 3 മണിക്ക് നടത്തും. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ D ഷാജിമോൻ ഉദ്ഘാടനം ചെയ്യും. PTA പ്രസിഡന്റ് PP ആൻഡ്രു അധ്യക്ഷത വഹിക്കും. 30 വർഷത്തെ സേവനത്തിനു ശേഷം വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക സിജിയുടെ യാത്രയയപ്പ് സമ്മേളനവും ചടങ്ങിൽ നടക്കും. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി വട്ടനാത്ര സ്വദേശി ചികിത്സാ സഹായം തേടുന്നു. വട്ടനാത്ര അനുഗ്രഹ 40 വയസ്സുള്ള അനൂപ് കുമാറാണ് ചികിത്സാ സഹായം തേടുന്നത്. കരൾ രോഗബാധിതനായ ഇദ്ദേഹം കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ അല്ലാതെ രോഗം പൂർണ്ണമായി മാറ്റുന്നതിന് മറ്റു ചികിത്സാരീതികൾ ഒന്നും തന്നെ ഫലവത്താവില്ലെന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. അനൂപ് കുമാറിൻ്റെ ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചെലവിനും 55 ലക്ഷം രൂപയാണ് വേണ്ടത്. സുമനസ്സുകളുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അനൂപും കുടുംബവും. അനൂപ് കുമാർ TR എന്ന പേരിൽ ഫെഡറൽ ബാങ്കിൻ്റെ മണ്ണമ്പട്ട ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 125540011719. IFSC കോഡ് FDRL 000255. ഗൂഗിൾ പേ നമ്പർ 9544023776. കാലാവസ്ഥ. കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസിൽ നിന്നും തൊഴിലാളി കുടുംബ സാന്ത്വന പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ ലൈവ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനുള്ള സമയം ഏപ്രിൽ 30 വരെ നീട്ടിയതായി വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ അറിയിച്ചു. ഫോൺ നമ്പർ 048723649900. അഗ്നിരക്ഷാ വകുപ്പിലേക്ക് പുതിയതായി നിയമിക്കപ്പെട്ട 71 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരിശീലനാർത്ഥികൾ അടങ്ങുന്ന 30ാമത് ബാച്ച് പരിശീലനത്തിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ബുധനാഴ്ച രാവിലെ 7:30 വിയൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ നടക്കും. ഡയറക്ടർ ജനറൽ K പത്മകുമാർ 71 സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കും. ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമി സർവീസസ് ഡയറക്ടർമാരായ MG രാജേഷ്, അരുൺ അൽഫോൺസ്, M നൌഷാദ് എന്നിവർ പങ്കെടുക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6125 രൂപ, പവന് 49,000 രൂപ. മുപ്ലിയം ചക്കമല്ലിശ്ശേരി പരേതനായ ഗോവിന്ദൻ ഭാര്യ പാഞ്ചാലി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാജൻ, രഘുനന്ദൻ, നന്ദകുമാർ, ജയരാജ്, വിനോദ് കുമാർ എന്നിവർ മക്കളും വത്സല, പ്രസന്ന, ബീന, ജനീന, രഞ്ജിത എന്നിവർ മരുമക്കളുമാണ്. നെടുമ്പാൾ ചക്കാലമറ്റത്ത് പനംകുളത്തുകാരൻ തോമസ് ഭാര്യ മേരി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച പറപ്പൂക്കര സെന്റ് ജോൺസ് പള്ളിയിൽ. ഡാലി, ആന്റണി എന്നിവർ മക്കളും ബേബി, പരേതനായ ജോസഫ് എന്നിവർ മരുമക്കളുമാണ്. വരാക്കര കുളങ്ങര പുളിക്കൻ ജോണി ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 വരാക്കര സൗത്ത് ഉണ്ണീശോ പള്ളിയിൽ. ജോൺസൺ, ജോജു, പരേതനായ ജോഷി എന്നിവർ മക്കളും അൽഫോൻസ, സിന്ധു, മേഴ്സി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. SSLC പരീക്ഷ അവസാനിച്ചു. മെയ് 2ാം വാരം ഫലപ്രഖ്യാപനം. മേടംകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കൊടിക്കൽ പൂരം ആഘോഷിച്ചു. ചടങ്ങുകളിൽ പങ്കെടുത്ത് നിരവധി പേർ. കല്ലൂർ ആലങ്ങാട് ഭാഗത്ത് അനധികൃതമായി സ്ഥാപിച്ച പ്രചരണ സാമഗ്രികൾ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകൾ നീക്കം ചെയ്തു. വിഷുവിനോടനുബന്ധിച്ച് നെന്മണിക്കര കർഷക കൂട്ടായ്മ നെന്മണിക്കരയിൽ ഒരുക്കിയ കണിവെള്ളരി കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നടത്തി. കല്ലൂർ തൃക്കൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് പ്രവർത്തക യോഗം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു.
പിറവി കലാസാംസ്കാരിക വേദി ആൻഡ് വായനശാല നാടിപ്പാറയുടെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.